തദ്ദേശ തെരഞ്ഞെടുപ്പിനിടയിൽ യു.ഡി.എഫിന് തിരിച്ചടിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗികാരോപണ കേസ് വീണ്ടും ചർച്ചയാകുന്നു. ഇരയുടെ ശബ്ദരേഖയിൽ വ്യക്തമായ മറുപടി പറയാനാകാതെ കോൺഗ്രസ് നേതൃത്വം. അതേസമയം രാഹുലിനെ ന്യായീകരിച്ച് ഷാഫി പറമ്പിൽ രംഗത്തെത്തി. പോലീസ് കേസെടുത്താൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന് കെ മുരളീധരനും പറഞ്ഞു. പീഡന കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പരസ്യമായും രഹസ്യമായും നേതാക്കൾ തന്നെ സംരക്ഷിച്ചു. പാലക്കാട് സ്റ്റാർ ക്യാമ്പയിനറാക്കി രാഹുലിനെ നേതാക്കൾ തന്നെ രംഗത്തെത്തിച്ചു. ഇതിനിടയിൽ ഇരയുടെ പുതിയ ഫോൺ സംഭാഷണം പുറത്തു വന്നതോടെ കോൺഗ്രസ് പ്രതിരോധത്തിലായിരിക്കുകയാണ്. എന്നിട്ടും രാഹുലിനെ ന്യായീകരിക്കുകയാണ് ഷാഫി പറമ്പിൽ. അല്ല, ഞാൻ ആ വിഷയത്തിൽ കൂടുതൽ പറയാൻ സമ്മതിക്കുമോ? ഞാൻ ആ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങളിലേക്കില്ല. പാർട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ പാർട്ടി ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കൂടുതൽ പാർട്ടി ചെയ്യണമെങ്കിൽ അത് പാർട്ടി ആലോചിച്ചിട്ട് പറയും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പാർട്ടി ചെയ്യേണ്ട കാര്യം പാർട്ടി ചെയ്തിട്ടുണ്ട്, നടപടി എടുത്തിട്ടുണ്ട്. ഇനി കൂടുതൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കാര്യങ്ങൾ പാർട്ടി ചെയ്യേണ്ടതില്ല. ഇനി അതിൽ കൂടുതൽ പ്രതികരണങ്ങൾ വേണമെങ്കിൽ പാർട്ടി ആലോചിച്ചിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യും. എന്നാൽ പോലീസ് കേസെടുത്താൽ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്നാണ് കെ മുരളീധരന്റെ വിചിത്ര പ്രതികരണം. ഇരയുടെ ഞെട്ടിപ്പിക്കുന്ന ഫോൺ സംഭാഷണത്തിൽ കെ മുരളീധരന് വ്യക്തമായ മറുപടിയില്ല. രാഹുലിനെതിരായിട്ടുള്ള നടപടി എടുക്കേണ്ടത് ഗവൺമെന്റും പോലീസുമാണ്. പാർട്ടി അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇല്ല, പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയുടെ ഒരു ഔദ്യോഗിക പരിപാടികളിലും സസ്പെൻഡ് ചെയ്ത MLA പങ്കെടുപ്പിക്കില്ല. ആക്ഷൻ എടുക്കേണ്ട ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് ആക്ഷൻ എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ ശക്തമായിട്ട് ഗവൺമെൻറ് ആക്ഷൻ എടുക്കുകയാണെങ്കിൽ പാർട്ടിയുടെ നിലവിലുള്ള നിലപാട് ഞങ്ങളും ഘടിപ്പിക്കും. ഇപ്പോൾ സസ്പെൻഷനാണെങ്കിൽ പാർട്ടിയുടെ നടപടി പുറത്താക്കലിലേക്ക് അവസാനിക്കും. അതേസമയം വിഷയത്തിൽ സോഷ്യൽ മീഡിയയിലും പുറത്തും വലിയ പ്രതിഷേധമാണ് രാഹുലിനെതിരെ ഉയരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകുമെന്നും ഒരു ഭാഗം നേതാക്കൾ പറയുന്നു. ഇരയായ പെൺകുട്ടി പോലീസിനെ സമീപിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിച്ച നേതാക്കളെല്ലാം വെട്ടിലാകും. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. തെളിവുകൾ മുഖ്യമന്ത്രിക്ക് കൈമാറാനും യുവതിയുടെ തീരുമാനം. യുവതിക്കെതിരെ ഭീഷണി തുടരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.